ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന 3 ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റൈസാണ്. അപ്പോൾ ഇത് റേഷൻ അരിയാണ്, നമ്മൾ ചോറൊക്കെ വെക്കുന്ന റേഷൻ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൻ്റെ ടവലിലേക്ക് ഈ റൈസ് തട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കെട്ടി വെക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നല്ല ചുവട് കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രം എടുക്കാം. അതിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഈ റൈസ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു റൈസ് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കണമെന്നില്ലേ, ഇതുപോലെ ഇങ്ങനെ കേൾക്കാം. ഇതൊന്ന് നിൽക്കുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വറുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ റൈസ് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ഒരു കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തത് 1 കപ്പ് തേങ്ങയാണ്. ഫ്രഷ് തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ മധുരത്തിന് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ശർക്കര ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് ശർക്കര ചേർക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസും 1 കപ്പ് പൊടിച്ച ശർക്കരയും അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ലഡുവിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാവാം. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനം കൂടെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടാണ് കേട്ടോ. അപ്പോൾ ഇത്ര എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.